ദൈവം ഒന്ന് കരുതിയിട്ടുണ്ട് എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാനന്ന് പറഞ്ഞത്. അത് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് നല്ലത് സംഭവിച്ചാലും എത്ര മോശമായ കാര്യം സംഭവിച്ചാലും അതിനൊരു കാരണമുണ്ട്. അതൊരു നല്ലതിനാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതെനിക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കി തന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. കാരണം നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ പോകുമ്പോൾ കുട്ടികൾ പല സ്കൂളിലെ കുട്ടികളാണ്. അപ്പം അവർക്ക് പഠിക്കാനുള്ള വിഷയം അതിലുള്ള കണ്ടൻറ്റുകളൊക്കെ വ്യത്യസ്തമാണ്. ഓരോ സ്കൂളിനും ഓരോരോ ടെക്സ്റ്റാണ് CBSE ഒക്കെ. അപ്പം ഈ ക്രിസ്ത്യൻ സ്കൂളാവുമ്പോൾ അവർക്കൊരു ടെക്സ്റ്റ് സെപ്പറേറ്റ് കാണും. അത് അവരുടേതായിട്ടുള്ള ദൈവികമായിട്ടുള്ളതും എന്താ പറയുക, നമ്മൾ ഈശ്വരനെ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടും ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ് അതിനകത്തിൽ. അതായത് ബഹുമാനം, എങ്ങനെ ജീവിക്കണം, ഈശ്വരൻ എങ്ങനെയാണ് നമ്മളെ നോക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പം അതിൽ ഒരു പുസ്തകത്തിലങ്ങനെയാണ് ദൈവത്തിനെ കുറിച്ചാണ്. അത് ക്രിസ്ത്യൻ സ്കൂളാണ്. അപ്പം അവർ വിശ്വസിക്കുന്നത് അവരുടെ യേശുവിനെ വിശ്വസിക്കുന്നു. അപ്പം അവരുടെ വിശ്വാസപ്രകാരം അവരുടെ ദൈവം അതാണ്. ദൈവം ഓരോന്നും ചെയ്യുന്നതിൽ ഓരോ കാര്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇത് ക്രിസ്ത്യൻ സ്കൂളിൻ്റെ പുസ്തകമാണ് എന്ന് മനസ്സിലാവും. അങ്ങനെ ഞാൻ അതിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു കഥയുണ്ട്. ഒരു ചെറിയ കഥയിലാണ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഒരു കഥയിലൂടെ അവർ പറഞ്ഞു നിർത്തുന്നത്. അതായത് ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് ആണ്, അത് ഈശ്വരനാണ് അങ്ങനെ നടത്തുന്നത് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അയാൾക്കൊരു അപകടം പറ്റിയിട്ട് കാല് വയ്യാതെയായി. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ആ രാജ്യത്ത് യുദ്ധം ഉണ്ടാവുകയാണ്. മറ്റേതോ രാജ്യക്കാർ വന്ന് ഇവിടുത്തെ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ രാജാവിന് അനുയായികളെ അല്ലെങ്കിൽ ഭടന്മാരെ ഒരുപാട് പേരെ നഷ്ടപ്പെടും. അപ്പോൾ യുദ്ധം തോൽക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പം രാജാവ് അനൗൺസ് ചെയ്തു, എല്ലാ യുവാക്കളും ആർമിയിലേക്ക് ചേരണം, പട്ടാള സേവനം അനുഷ്ഠിക്കണം. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ സൈന്യത്തിലേക്ക് ചേരുക എന്നുള്ള രീതിയിൽ അങ്ങനെ നിർബന്ധമായിട്ടും ചേരണമെന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ കാലുവയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഒപ്പമുള്ള എല്ലാവരും ഈ സേനയുടെ ഭാഗമായി മാറി. അപ്പോൾ ഇയാൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എനിക്കത് പറ്റുന്നില്ലല്ലോ, എനിക്കിങ്ങനെ കാല് വയ്യാത്തതുകൊണ്ട് എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം ഇയാൾക്കുണ്ട്. പക്ഷേ ഈ യുവാക്കളെല്ലാം എന്നത് ചേർന്നു, അങ്ങനെ യുദ്ധം നടന്നു. അവസാനം നമ്മുടെ ഈ രാജാവ് വിജയിച്ചു. പക്ഷേ വിജയിച്ചെങ്കിലും ഈ കാല് വയ്യാത്ത ആളുടെ കൂട്ടുകാരെല്ലാവരും തന്നെ മരണപ്പെട്ടു. ശത്രുക്കൾ ഇവരെ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വധിച്ചു. അപ്പോൾ ഇത് ഇയാൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. കൂട്ടുകാർ എല്ലാം പോയി. അപ്പോൾ ആ ഒരു നിരാശയും കാര്യങ്ങളും. അപ്പോൾ ഇയാൾ ചിന്തിച്ചു മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തനിക്ക് വയ്യാഞ്ഞത് കൊണ്ടാണ് താനന്ന് യുദ്ധത്തിന് പോകാഞ്ഞത്. അപ്പോൾ അന്ന് പോയിരുന്നെങ്കിൽ ആ കൂട്ടുകാർക്കൊപ്പം ഇയാൾ മരിക്കുമായിരുന്നു, മറ്റ് ശത്രുക്കൾ ഇയാളെയും കൊല്ലുമായിരുന്നല്ലോ. അപ്പോൾ അയാളങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വരൻ അങ്ങനെ എനിക്കൊരു വീഴ്ച വരുത്തി, എനിക്കൊന്ന് വയ്യാതെ ആയതുകൊണ്ടാണല്ലോ എനിക്ക് യുദ്ധത്തിൽ പോകാതെ ഇരിക്കാൻ പറ്റിയത്. അങ്ങനെ പോകാതിരുന്നത് കൊണ്ടാണല്ലോ എൻ്റെ ജീവൻ ഇന്നുള്ളത്. അല്ലെ, പോയവരുടെയൊക്കെ ജീവൻ പോയി, കൂട്ടുകാരെല്ലാവരും, ഞാൻ മാത്രമല്ല അവശേഷിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടമൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട. അതിൽ മറ്റെന്തോ ഒന്ന് നമുക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പം പല രീതിയിൽ ചിന്തിക്കും. അയാൾക്ക് കാലൊടിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ കാല് വയ്യാതായപ്പോഴത്തേക്കും അയാളുടെ എന്നാലും എൻ്റെ കാല് വയ്യാതായല്ലോ, ഞാൻ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഇനി ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനൊരു സാഹചര്യമാണെന്ന് അയാൾക്ക് അന്നറിയില്ല. നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു സങ്കടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ദൈവത്തിനെ കുറ്റം പറയും, നമ്മൾ സ്വയം കുറേ കുറ്റം പറയും, അങ്ങനെയൊക്കെ ജീവിക്കും. പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കത്തേയില്ല. അതുമായി കണക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം എന്തായാലും ഉണ്ടാകും. അതങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പോക്കങ്ങനെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും മോശം ഒരു സമയം ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരുപാട് വേദനയ്ക്കോ അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യില്ല. നമുക്ക് വരാനിരിക്കുന്ന ഒരു നല്ലതിന് മുമ്പുള്ള ഒരു ഇതാണെന്ന് മാത്രം വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പ്രതിസന്ധികളെ തരണം ചെയ്യുക. എല്ലാവർക്കും ഒന്നും അത് എളുപ്പം നടക്കുന്ന കാര്യമല്ല, പക്ഷെ നടക്കും. നടക്കാതെ ഒരു ഇതുമില്ല. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നാണ്. കാരണം നമ്മൾ മനുഷ്യരാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കാട്ടിൽ തുടങ്ങിയ ജീവിതമാണ്. മൃഗങ്ങൾക്കൊപ്പം മൃഗങ്ങളുടെ ഭീഷണി നേരിട്ടുകൊണ്ട് ജീവിച്ചു വന്ന മനുഷ്യരാണ്. അവർ കാലഘട്ടം പിന്നിട്ട് പല കണ്ടുപിടുത്തങ്ങളും നടത്തി ഓരോരോ കാലഘട്ടത്തിലൂടെ കടന്ന് 21ാം നൂറ്റാണ്ടിലെത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വന്ന് നിൽക്കുകയാണ്. ഇതെല്ലാം ചെയ്തത് മനുഷ്യർ തന്നെയാണ് അല്ലേ? എല്ലാത്തിൻ്റെയും പിന്നിൽ മനുഷ്യരാണ്. അപ്പോൾ അതൊക്കെ അത്ര വലിയ കാര്യങ്ങളൊക്കെ സാധിക്കാൻ മനുഷ്യർക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രശ്നങ്ങൾ തരണം ചെയ്യാനും അവർക്ക് എല്ലാ മനുഷ്യർക്കും പറ്റും. അപ്പം അതൊരു സങ്കടമൊന്നുമായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും നമ്മൾ തരണം ചെയ്യുക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ. ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞൊരു കഥ ഇടയ്ക്കൊക്കെ ഓർക്കുക. സങ്കടം വരുമ്പോൾ ഈ ഒരു കഥ ഓർക്കുക. വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നെങ്കിൽ മറ്റെവിടെയും നമുക്കൊരു നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുക. ഒരുപക്ഷെ വയ്യാത്ത ആളുടെ വീട്ടിലെ സാഹചര്യം മോശമായിരുന്നെങ്കിൽ, അച്ഛനും അമ്മയൊക്കെ വയ്യാതിരിക്കുന്ന ഇയാളെ മാത്രം ആശ്രയിച്ചാൽ കുടുംബം പോകുന്നെങ്കിൽ, അയാളെ യുദ്ധത്തിന് പോയിട്ട് ഇല്ലാണ്ടായ ആ കുടുംബം മൊത്തത്തിൽ ഇല്ലാണ്ടാകുന്നതിന് തുല്യമല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഒക്കെ ഇങ്ങനെ ധാവിധി ശ്രദ്ധിച്ച് ഒക്കെ പോവുക. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ കരുതും കൊണ്ട് അവർക്കെന്ത് സുഖം, അവർക്ക് ഒരു പ്രശ്നമില്ലെന്ന്. പക്ഷേ അവർ പ്രശ്നത്തിൻ്റെ മുകളിൽ പ്രശ്നമായിട്ടായിരിക്കും ജീവിക്കുന്നത്. ചിലരുണ്ട് നമുക്കൊരു നല്ല വീടില്ല, അതുകൊണ്ട് അവർ കണ്ടോ ഇത്ര നല്ല വീട് വെച്ചു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ ആലോചിക്കുക, അവരാ വീട് വെച്ചിട്ടുണ്ട്, സംഭവം ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അവർക്ക് എത്ര ലക്ഷം രൂപ കടമുണ്ടെന്നും അതിനകത്ത് അവർ സമാധാനമായി ഉറങ്ങുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വലിയ വീടൊക്കെ ലോണെടുത്തൊക്കെ എല്ലാവർക്കും വയ്ക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് താമസിക്കുമ്പോൾ സമാധാനത്തോടുകൂടി താമസിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ താമസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അംഗീകാരമാണ്. അല്ലാതെ വലിയൊരു മാളിക വെച്ചിട്ട് ഒരു ദിവസം കൂടെ പോലും സമാധാനമായിട്ട് അതിനകത്ത് ജീവിക്കാൻ പറ്റിയില്ല, അങ്ങനെ ലാസ്റ്റ് കടം വീട്ടാൻ വേണ്ടി ആ മാളിക വിൽക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ എന്താ പറയുക, ഒരു ട്രാജഡി തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ചെറുതാണെങ്കിൽ ചോരാത്ത ഒരു വീടുണ്ടെങ്കിൽ, അവിടെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കഴിഞ്ഞ് ഒന്നുമില്ല. ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് സന്തോഷം എന്നതിലേക്കാണ് ഒരു പടി മുന്നിലുള്ളത് സമാധാനം എന്നുള്ളതാണ്. സന്തോഷവും സമാധാനവും. ഞാൻ സമാധാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകും. അത് കഴിഞ്ഞിട്ടാണ് സന്തോഷത്തിൻ്റെ സ്ഥാനം.
സമാധാനം വന്നാൽ തീർച്ചയായിട്ടും സന്തോഷം അതിൻ്റെ പുറകെ വരും. അതിനും ഒരു മാറ്റമില്ല. ശരിയല്ലേ? അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ കഥ ഇടയ്ക്കൊക്കെ സങ്കടം വരുമ്പോൾ ഓർക്കുക. ഓക്കെ.